പൊന്നെണ്ണ എന്തിനെണ്ണ കാണിക്കുന്നത്? അടുത്തെത്തിയിട്ടാണ് അണ്ണ ഇൻഡിക്കേറ്റർ ഇടണ നിങ്ങള്. എന്തൊരു കഷ്ടം നോക്കിയാണ്. അടുത്തെത്തിയിട്ടാണ് അവിടെ ഇൻഡിക്കേറ്റർ ഇടുന്നത്. ദൂരെ ഇടണ്ടേ? പറഞ്ഞിട്ട് കാര്യമല്ല, എന്തോന്ന് ചെയ്യാൻ. ഹലോ ഗൈസ്, അപ്പൊ നമുക്കൊരു ഫുഡ് റൈഡ് പോയിട്ട് ഇപ്പൊ തന്നെ സമയം ഒരു 12:10 നമുക്ക് 12 മണിക്കാണ് ആപ്ലിക്കേഷൻ ഓൺ ആക്കുന്നത്. അപ്പൊ നമുക്കൊരു ഫുഡ് റൈഡ് പോകാം, വാ. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഞ്ചട്ടി റെസ്റ്റോറന്റ്, അത് നമ്മളെ ഇവിടെ ഉണ്ട്. ശാസ്തമംഗലത്ത് ഒരെണ്ണമുണ്ട്, അതായത് ശാസ്തമംഗലം പൈപ്പൻമൂട് ഒരെണ്ണമുണ്ട്, അതേപോലെ ഇവിടെ വഴയില് ഒരെണ്ണമുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിപ്പോ ഓർഡർ അടിച്ചേക്കുന്ന പറയുമ്പം വഴയിലാണ്. അതാണ്ട് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. അപ്പൊ ഇവിടെയൊക്കെ സൂക്ഷിച്ച് പോവാ. ഭയങ്കര സ്പീഡിനാണ് വണ്ടി വരുന്നത്. അപ്പൊ ബാക്കിൽ ഗ്ലാസ് ഒക്കെ നോക്കി റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് പയ്യെ മാത്രമേ അങ്ങോട്ട് നമുക്ക് പോവാവൂ. മൺചട്ടി റെസ്റ്റോറന്റ് ഓർഡർ റെഡി ആയിട്ടുണ്ട്. എപ്പോഴേ റെഡി ആയി. 095 ഫിഷ് പൊതിച്ചോറ് മീലാണ്. ചേച്ചി ഇവിടെ ഫിഷ് പൊതിച്ചോറ് മീൽ എത്ര രൂപയാണ്? 110 അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഫിഷ് പൊതിച്ചോറ് മീലാണ് ഓർഡർ. അപ്പം എത്രയാണ്? 0195 ആണ് ഓർഡർ ഐ ഡി. അപ്പൊ ഇവിടുത്തെ 110 ഫിഷ് പൊതിച്ചോറ് മീൽ. അപ്പൊ നമുക്ക് കൊണ്ടു കൊടുക്കാം. ചെങ്കല്ലൂരാണ് കൊണ്ടു കൊടുക്കേണ്ട സ്ഥലം. അതൊരു അടിപൊളി റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു. ഊണൊക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരാം കേട്ടാ. ഇത് വഴയിലാണേ. ഫുള്ള് ഇന്നത്തെ ദിവസം ഒരുമാതിരി ഇറങ്ങിയപ്പോ തന്നെ താക്കോലും കാണാനില്ല വീടിന്റെ. അങ്ങനെ നോക്കി നോക്കി വട്ടായി പോയി. പിന്നെ എൻ്റെ ഒരു സാറ് വിളിച്ച റെസീവിന്റെ കാര്യം, അങ്ങനെ കുറെ സമയം പോയി. അങ്ങനെ 12:20 ഓക്കെ ഗൈസ്, അപ്പം ചെങ്കല്ലൂരാണ് കൊണ്ടുവരുന്നുണ്ട. വഴി കണ്ടിട്ടൊരു തോന്നിയില്ല, അത് പോകുമ്പോ മനസ്സിലാവും. ഓക്കെയാണ്. ഓക്കെ ഗൈസ്, അപ്പം കസ്റ്റമറിന്റെ വീടെത്താറായി. ഏതൊക്കെ മുടുക്ക് വഴി കൂടെയൊക്കെയാണ് വന്നത്, ഒരു പിടുത്തമില്ല ഏതൊക്കെ വഴിയാണെന്ന്. അപ്പൊ കസ്റ്റമറിന്റെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 200-250 മീറ്റർ അങ്ങോട്ടേ ഉള്ളൂ. അപ്പം തൊട്ടപ്പുറത്തോടാണ് കസ്റ്റമറിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ ഇവിടെ വഴയിലെ ശ്രീ ഭദ്രകാളിപുരം ദേവി ക്ഷേത്രം എത്തിയിട്ടുണ്ട്. അടുത്തെവിടെ എങ്ങോട്ടെയാണ്? ഇതിപ്പോ കുടപ്പനക്കുന്ന് റോഡെത്തില്ല. അപ്പൊ നമുക്ക് കുടപ്പനക്കുന്ന് റോഡെത്തി. ഇത് കഴിഞ്ഞ കുടപ്പനക്കുന്നാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എണ്ണ അടിച്ചിട്ട് നേരെ അങ്ങ് കുറവങ്കോണത്തോട്ട് പോവാം. അതാണ് കുറച്ചുകൂടെ നല്ലത്, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം സിറ്റിയിൽ നടക്കുമ്പോൾ ഓർഡർ വീണ്ടും വീണ്ടും അടിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് കസ്റ്റമറിന്റെ ലൊക്കേഷൻ? അപ്പൊ കസ്റ്റമറിന്റെ വീട് എത്തിയിട്ടുണ്ട്. ഇതാണ് തോന്നുന്നു, നോക്കട്ടെ. അതായിരിക്കും. കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ ആ, ഇവിടെ ലൊക്കേഷൻ എത്തിയായിരുന്നു കേട്ടാ. ഒരു ചെറിയൊരു മുടുക്ക് കയറി അകത്തോട്ട് കയറിയായിരുന്നു. എവിടെയാണത് കറക്റ്റ് വീട്? ആ ചേച്ചി, ഇതുവഴിയാണല്ലേ? ഒരു 116 വഴിയാണല്ലേ? ആ, മനസ്സിലായി. ശരി, ഓക്കെ. അടിയിലൊന്ന് പിടിച്ചേക്കണേ, താങ്ങിക്കണേ. ഓക്കെ ഓക്കെ, ശരി. ഓ, കൊടുത്തിട്ടുണ്ട്. 12:48. 12 മണിക്ക് 12:10 അടിച്ച് ഓർഡറാണ്. ഇത്തിരി ലേറ്റായി പോയിരുന്നു. കുഴപ്പമില്ല, കസ്റ്റമർ വേറെ സീനൊന്നുമില്ല. ഓർഡർ ഡെലിവറി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഓർഡർ ഇപ്പം അടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പേരൂർ കടയാണ്, വലിയ കടയിൽ ബഡ്ജറ്റ് റെസ്റ്റോറന്റ്, അവിടെയാണ് ഓർഡർ എടുക്കേണ്ടത്. ഓക്കെ, വാ. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമൊക്കെന്നാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് പോകേണ്ട, പേരൂർ കട. അപ്പൊ എങ്ങനെ അവിടെ പോയി എണ്ണ അടിച്ചിട്ട് നേരെ നമ്മുടെ വലിയ കടയിൽ ബഡ്ജറ്റ് റെസ്റ്റോറന്റിലോട്ട് പോവാം. ഞാൻ ഇവിടെ എത്തിയിട്ട് നമുക്ക് അവിടെ തൊട്ടപ്പുറത്ത് കുറവങ്കോണം പോകുന്ന വഴിയുണ്ട്. അതിലേക്കൂടെ പോയി എങ്ങനെയാണ് അവിടെ അതിലേക്കൂടെ പോയി കുറവങ്കോണം പിടിക്കുമ്പോൾ മിക്കുള്ളത് അങ്ങ് അകത്തോട്ട്, സിറ്റിയിൽ അകത്തോട്ട് അടിക്കുക. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നേരെ നമുക്ക് ആ ഓർഡർ കൊടുത്തപ്പോൾ നമുക്ക് വലിയ കടയിൽ ബഡ്ജറ്റ് റെസ്റ്റോറന്റിൽ നിന്ന് അടിച്ചു പേരൂർ കിടത്താൻ. ഇനിയിപ്പോൾ ആ റെസ്റ്റോറന്റിൽ പോയി സാധനം എടുക്കാനേ പറ്റത്തുള്ളൂ. അത് മിക്കവാറും അങ്ങോട്ടൊക്കെ ആയിരിക്കും, സിറ്റി ഔട്ട് ഓഫ് സിറ്റി ആയിരിക്കും അടിക്കുന്നത്. അപ്പൊ അതാണ് വലിയ കടയിൽ ബഡ്ജറ്റ് റെസ്റ്റോറന്റ്. ഇവിടെ നമുക്ക് റീച്ചഡ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ 17:59 ഓർഡർ ഐ ഡി. 3 പൊറോട്ട ഓർ 4 ചപ്പാത്തി പ്ലസ് ചിക്കൻ കറി കോംബോ, പിന്നെ 3 പൊറോട്ട. ഇറ്റാലിയൻ ഡിലൈറ്റ് ഐസ്ക്രീം. ഇത്രയും സാധനമാണ് എടുത്തത്. ഇത് കൊണ്ടു കൊടുക്കേണ്ട സ്ഥലം എന്ന് പറയുമ്പോൾ മരപ്പാലമാണ്. വേറെ വിഷയമൊന്നുമില്ല, സിറ്റിക്ക് അകത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിക്ക് ഓർഡർ കൊടുത്ത് സാധനം സേഫ് ആയിട്ട് വെച്ച് ലൊക്കേഷൻ നോക്കട്ടെ എവിടെയാണ്.
നേരെ കുറവങ്കോണത്തോട്ട് വരിക. കുറവങ്കോണത്തുനിന്ന് ഓക്കെ, ലൊക്കേഷൻ മനസ്സിലായി. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പൊ വലിയ അമിത വെയിലില്ല, ഒരുവിധം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആണ്. നല്ല ചൂടുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് റൈഡ് പോവാം. അതാണ്ട് ഇറാനി റെസ്റ്റോറന്റ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇറാനി റെസ്റ്റോറന്റ് ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ വ്ളോഗ് എടുത്തിട്ടുള്ള ഒരു കടയുണ്ട്, നമ്മുടെ അയ്യൂബ് ഖാന്റെ ബിരിയാണി. പണ്ട് ഷോർട്ട് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. 70 രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുന്ന അയ്യൂബ് ഖാൻ. അതുകൊണ്ടല്ല, അതാണ് നമ്മുടെ ഒമിനി വാനിൽ കൊടുക്കുന്ന, അതാണ് അയ്യൂബ് ഖാന്റെ ബിരിയാണി. 70 രൂപ, വെറും 70 രൂപ. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു ബിരിയാണിയാണ്. അപ്പൊ നമ്മൾ ഓരോ വണ്ടിയും ഓവർടേക്കുന്നത് ഹോൺ അടിച്ച് മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യുക, അല്ലാതെ ഓവർടേക്ക് ചെയ്താൽ ശരിയാവത്തില്ല. ചിലപ്പോൾ ആക്സിഡന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും കൂടുതലും. അപ്പൊ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും, അതുപോലെ വണ്ടി ഓട്ടിക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഗ്ലാസ്സിൽ നോക്കി എപ്പോഴും നമ്മൾ വണ്ടി ഓട്ടിക്കാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു തരണമെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് എന്റെ പൊന്നെണ്ണ എന്തിനെണ്ണ കാണിക്കണേ. അടുത്തെത്തിയിട്ടാണ് അണ്ണ ഇൻഡിക്കേറ്റർ ഇടുന്നത്. നിങ്ങള് എന്തൊരു കഷ്ടം നോക്കിയാണ്. അടുത്തെത്തിയിട്ടാണ് അവിടെ ഇൻഡിക്കേറ്റർ ഇടുന്നത്. ദൂരെ ഇടണ്ടേ, പറഞ്ഞിട്ട് കാര്യമല്ല. എന്തോന്ന് ചെയ്യാൻ ബാക്കിൽ നിന്നാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ കറക്റ്റ് ദൂരെ ഒരു 100 മീറ്റർ മുമ്പെങ്കിലും ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് അടുത്തെത്തിയിട്ട് ഇൻഡിക്കേറ്റർ ഇടുന്നത് നമ്മളെന്ത് കണ്ടോണ്ടിരിക്കുന്നത്. ചുമ്മാ മൂട് പറയാൻ വേണ്ടി വെള്ളായും പറയല്ല. നല്ല മനസ്സോടുകൂടി ഇറങ്ങിയതാണ്. നല്ല മനസ്സോടുകൂടി ഇറങ്ങാന്ന് വിചാരിച്ച് ഇപ്പം ഇറങ്ങിയപ്പോഴേ എന്തൊരു ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകൾ മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് തോട്ട്സിലോട്ട് കടന്നു വരിക. പിന്നല്ല, ഇതാണ് അമ്പലമുക്ക് കുറവങ്കോണം റോഡ്. ഹൈ റേഞ്ച് റെസ്റ്റോറന്റ്. ഞാൻ ഇവിടുത്തെ വ്ളോഗ് കിട്ടിയിട്ടുണ്ട്. പന്നി ഇറച്ചി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കിട്ടും. ഞാൻ അന്ന് പോയി കഴിച്ചാലും അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ വ്ളോഗ് ആയിട്ടുണ്ട്. പിന്നെ അവര് കമന്റ് ഇട്ടിട്ടുണ്ട്. അന്ന് ഇപ്പൊ അവരെല്ലാം സെറ്റപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹോട്ടലൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം ഇനി അടിപൊളിയൊക്കെ ആയിരിക്കും ചിലപ്പോ. പിന്നെ അതിനുശേഷം ഞാൻ പോയിട്ടില്ല അവിടെ. അപ്പൊ നല്ല ഫുഡായിരിക്കും. അപ്പൊ നമുക്ക് പോകേണ്ട പറയുമ്പോൾ അവിടെ ചെന്നിട്ട് റൈറ്റ് എടുക്കുന്ന, റൈറ്റിലോട്ടാണ് ലൊക്കേഷൻ പോയിരിക്കുന്ന. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓർഡർ അടിക്കാൻ ഇനി പൊറോട്ട ഹോട്ടലിലേക്ക് അൽഹസനിൽ അങ്ങനെ ഓർഡർ അടിക്കുമായിരിക്കും. എൻ്റെ ഒരു അൽഹസനും പൊറോട്ട ഹോട്ടൊക്കെ പട്ടത്താണ്. അവിടെ അടിക്കാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ സംസമ്മിൽ അടിക്കും. എന്നാ ഒന്ന് നിൽക്കുന്ന വെയിറ്റ് ചെയ്യുന്ന, ഞാൻ പോട്ടെണ്ണ ഒരു മിനിറ്റ് സെറ്റ് അത്രേ ഉള്ളൂ. നല്ല അടിപൊളി വഴികളിലോട്ടൊക്കെയാണ് ഓർഡർ അടിക്കണം. വണ്ടിയൊന്നുമില്ല, തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ സുഖമായിട്ട് നമുക്ക് ഓർഡർ കൊണ്ട് കൊടുക്കാം. അടിപൊളി റൂട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൂട്ട്. അതായത് നമ്മുടെ വയ്യമ്മാറില്ലേ, ട്രിവാൻഡ്രം വയ്യമ്മാറിന്റെ ഒക്കെ താഴോട്ടുള്ള റൂട്ടാണ്. സൂപ്പറാണ് ഇവിടെയൊക്കെ ഓർഡർ പോയി. ഇവിടെയൊക്കെ പണ്ട് റോഡ് മോശമായിരുന്നു, ഇപ്പൊ ടാർ ചെയ്ത് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അത് വേറെ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല. നൈസായിട്ട് വണ്ടി ഓടിച്ച് അങ്ങ് പോവാം. സൂപ്പർ സ്ഥലം അല്ലേ, അടിപൊളി സ്ഥലം. നല്ല അടിപൊളി വീടുകളും അതേപോലെ എന്താണ് മരങ്ങള്, എവിടെയെങ്കിലും മരങ്ങള്, നല്ല തണലുള്ളൊരു പ്രദേശം. സൂപ്പറായിട്ടുണ്ട്. കസ്റ്റമറിന്റെ വീടെത്താറായി. കണ്ട ഇതാ കണ്ടേന്, ഇവിടെ എവിടെയും കണ്ടേന്. നോക്കട്ടെ, ജീവൻ ഇത് തന്നെ. ഹരികൃഷ്ണ അല്ലേ? ഇതാ ശരി. ഓക്കെ, അപ്പോൾ ഓർഡർ റെഡിയായി, ഓർഡർ കൊടുത്തിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യാല്ലേ, ഇനി ഓർഡർ അടിച്ചിട്ട് പോവാം. ഓർഡർ അടിച്ച് പറയേണ്ട ആവശ്യമില്ല. ചൈനീസ് ബോക്സ് നമ്മുടെ കുറവങ്കോണത്തുള്ളതാണ്. ചൈനീസ് ബോക്സിലോട്ടാണ് പോകേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ ചൈനീസ് ബോക്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ചൈനീസ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ചിക്കൻ ഷെസ്വാൻ നൂഡിൽസ്. ഇവിടുത്തെ പ്രൈസ് എത്രയാണെന്ന് അറിയാമോ? ഇവിടുത്തെ പ്രൈസ് ഓക്കെ ശരി, അവർക്ക് ഇവിടെ പ്രൈസ് അറിയത്തില്ല. ഓർഡർ ആയിട്ട് പറയുമ്പോൾ ചിക്കൻ ഷെസ്വാൻ നൂഡിൽസ് ആണ്. ഓർഡർ ആയിട്ട് 43.14. അപ്പോൾ ഇത് കൊണ്ടു കൊടുക്കേണ്ട സ്ഥലം പറയുമ്പോൾ വെള്ളയമ്പലമാണ്. ഒരു വീട്ടിലാണ്. ഞാനിത് മുമ്പ് ഈ ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇത് മുമ്പ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക്. അപ്പോ ഒരടിപൊളി ഒരു സിറ്റി ലൈഫൊക്കെ കാണണമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത്. നൈസാണ്, അടിപൊളിയാണ്. ഇവിടെ
ഓരോ ഏത് കടയിൽ ചെന്ന് കയറിയാലും ഭയങ്കര പൈസയാണ്, എല്ലാത്തിനും ഭയങ്കര വിലയാണ്, കേറാത്തതിന് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മളെ കവടിയാർ എത്തിയിട്ടുണ്ട്. കവടിയാർ സിഗ്നൽ ആണ് അവിടെ നമുക്ക് വെള്ളയമ്പലത്താണ് പോകേണ്ടത്. വെള്ളയമ്പലം എന്ന് പറയുമ്പോൾ റൈറ്റ് ആണ്, കവടിയാർ എന്ന് റൈറ്റ് പോകണം. അപ്പൊ സിഗ്നൽ ഓഫ് ആണ്, ധൈര്യമായിട്ട് റൈറ്റിലോട്ട് പോകാം, വേറെ വിഷയമൊന്നുമില്ല. ധൈര്യമായിട്ട് നമുക്ക് റൈറ്റിലോട്ട് പോകാം. വാ, അപ്പൊ ഇൻഡിക്കേറ്റർ ഇടുക, സെറ്റ് ആയിട്ട് പോകും. ഇനിയെല്ലാം അടിപൊളി സ്ഥലമാണ്, നമ്മുടെ കവടിയാറാണ് ഇനി ഗൈസ്. മരങ്ങൾ എന്താ പൊന്നോ, ഇതാണ് ട്രിവാൻഡ്രത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് കവടിയാർ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. കാരണം സൈഡിൽ കൂടെ അങ്ങ് പോയാൽ കാരണം സൈഡിൽ കൂടെ അങ്ങ് പിടിച്ചാൽ ആടിപ്പൊളി ചെടികളൊക്കെ നടക്കുന്ന ഒരു വേറെ ലെവല് ഫീലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലേ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലും ഈ കവടിയാർ കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. ട്രിവാൻഡ്രത്തെ ഏറ്റവും മോസ്റ്റ് നൈസ് പ്ലേസ് ആണ് കവടിയാർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതാണ്. എല്ലാവരും പറയാലോ സൂപ്പറാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചേ പോവാവൂ. ഇവിടെ ഫുള്ള് സ്ഥലം ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നോക്കിയൊക്കെ മാത്രമേ നമ്മൾ പോവാവൂ. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പൊ വെള്ളയമ്പലം എത്തിയിട്ടുണ്ട്. സിഗ്നലാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെയാണ് പോകേണ്ടത് കേട്ടാ. നേരെ വഴുതക്കാട് പോകുന്ന റൂട്ടാണ് പോകേണ്ട. ഓക്കെ, അപ്പൊ കസ്റ്റമറിന്റെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ അടുത്ത് എവിടെയാണ് കണ്ടത് കേട്ടോ. കസ്റ്റമറുടെ ലൊക്കേഷൻ പറയുമ്പോ ടെഡി ബഡ്ഡീസ് ആണ്. അന്നാ ഇവിടെ ഇറങ്ങില്ല, ഞാൻ കൊണ്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ടെഡി ബഡ്ഡീസ് എന്തൊരു കൊച്ചു കുട്ടികളുടെ ചെറിയ എന്തോന്നോ സ്കൂളാ, അംഗൻവാടി എന്നൊക്കെ പറയാം. അങ്ങനെ ആയിരിക്കും സംഭവം. എവിടെയാണ് കൊടുക്കണ്ട. സൊമാറ്റോ വേഗം യൂണിഫോം ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ലായിരിക്കും ചിലപ്പോ. ഓക്കെ ഗൈസ്, ചിക്കൻ ഷെസ്വാൻ നൂഡിൽസ് ആണ് ഇതാ. ശരി, ഓക്കെ. അപ്പം നമ്മൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഓർഡർ അടിക്കാൻ വെയിറ്റിംഗ് ആണ്. ബേബറേബിയ അടുത്ത എവിടെ നിന്ന് അടിക്കാൻ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഓർഡർ അടിച്ചു. അതാണ് ചാവി വണ്ടി ഓഫ് ചെയ്യുമ്പോൾ അപ്പോൾ ഓർഡർ അടിക്കും. ഇമ്പീരിയൽ കിച്ചൺ ആണ്. ഇമ്പീരിയൽ കിച്ചൺ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു കവടിയാർ ഇമ്പീരിയൽ കിച്ചൺ ആയിരിക്കും. അതായിരിക്കും എല്ലാം ആദ്യം. ചെറിയ ചെറിയ ഓർഡറാണ് ട്രെയിനിൽ അടിക്കുന്നത്. 25 രൂപ കണ്ടേ ഉള്ളൂ. 1 കിലോമീറ്റർ കൊണ്ടു കൊടുക്കണമല്ലോ, അതുകൊണ്ട് വേറെ സീനില്ല. അപ്പൊ നമുക്ക് ഇതാണ് വെള്ളയമ്പലം. ഇവിടുന്ന് റൈറ്റ് എടുത്താണ് നമുക്ക് പോകേണ്ടത്. ഇമ്പീരിയൽ കിച്ചൺ ആണ് നമ്മുടെ റെസ്റ്റോറന്റിന്റെ പേര്. അവിടെ നമുക്ക് പോയി ഓർഡർ എടുക്കേണ്ടത്. അപ്പം ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. തിരിച്ചങ്ങോട്ട് വന്ന വഴിയാണ് പോകേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പൊ ഒരു ഓർഡറും കൂടെ അടിച്ചിട്ടുണ്ട്. ഒരു ഓർഡർ ഇമ്പീരിയൽ കിച്ചണിൽ നിന്ന് തന്നെയാണ് അടിച്ചേക്കുന്നത്. 5 കിലോമീറ്റർ ആണ് രണ്ടുകൂടെ കൊണ്ട് കൊടുക്കേണ്ടത്. 63 രൂപ ഉണ്ട്. അപ്പം ഇമ്പീരിയൽ കിച്ചണിൽ നിന്ന് തന്നെ 2 ഓർഡർ നമുക്ക് എടുക്കാം. ഓക്കെ, ഇങ്ങോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. ഓർഡർ റെഡി ആയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. 2452 2452. ഓക്കെ ഓക്കെ, അപ്പൊ 2 ഓർഡർ കളക്ട് ചെയ്തിട്ടുണ്ട്. പിക്ക് 2 ഓർഡേഴ്സ് അബവ്. അപ്പം ഒന്നില് ഇമ്പീരിയൽ ചിക്കൻ ബിരിയാണി, മറ്റേതില് അൽഫാം ചിക്കൻ ഹാഫും പിന്നെ വീറ്റ് പൊറോട്ടയും കൂടിയാണ്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടത്. ഒന്ന് വെള്ളയമ്പലത്ത്, ഒന്ന് പേരൂർക്കടയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് കൊണ്ടുപോകേണ്ട സ്ഥലം എന്ന് പറയുമ്പോൾ വെള്ളയമ്പലത്താണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വെള്ളയമ്പലത്ത് പോയിട്ട് അതുവഴി പേരൂർക്കട പോകാം, ശാസ്ത്രമംഗലം വഴി. അപ്പൊ നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. തിരിച്ചും വെള്ളയമ്പലം തന്നെ. ആദ്യം നമ്മൾ അങ്ങോട്ടാണ് പോയത്, പിന്നെ തിരിച്ചു വന്നു വീണ്ടും അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ ഇവിടെയൊക്കെ നോക്കി വണ്ടിയൊന്നുമില്ല, നോക്കി എടുക്കുക. ഓക്കെ, അപ്പൊ ഇത് ഇപ്പൊ കൊണ്ടുകൊടുക്കേണ്ട ഓർഡർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ ബിരിയാണി അതുപോലെ അൽഫാം ഹാഫിന്റെയാണ്. അതൊരു കെട്ടിടത്തിന്റെ 3rd ഫ്ലോറിലാണ്. ഞങ്ങൾ കയറി കൊണ്ടു കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ ജോലിയാണ്, നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് ഓ എന്താ പൊന്നി അയച്ചു വെച്ച് നോക്കി പോയച്ച്. നമുക്ക് കൊടുക്കേണ്ടതാണ്ട് ഇവിടെയാണ് ഓർഡർ കൊടുക്കേണ്ടത്.
ആ അതെ അതെ, ആ ബിൽഡിങ്ങിലാണല്ലേ. 7608 ആണ് ഓർഡർ ഐ ഡി. നമ്പറിൽ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, അപ്പം ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കേണ്ട ഓർഡർ എന്ന് പറയുമ്പോൾ അത് പേരൂർക്കടയാണ്. ലൊക്കേഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പേരൂർക്കട അവിടെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് അങ്ങോട്ടാണ്. ഇപ്പൊ പോവാം. ഒരു പവർ കൊടുത്ത് വാ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കൃഷ്ണ നഗറിലോട്ടാണ് പോകേണ്ടത്. അവിടെ എത്തിയിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ട് പോവുക. യെസ്, സീബ്ര ലൈനിന്റെ കൂടെ പോവുക. സ്പേസ് കാണാതിരിക്കില്ല. സ്പേസ് ഉണ്ട്, വേറെ സീനില്ല. അപ്പം നോക്കി പോകണം. വണ്ടി അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ ആയിട്ട് വരികയാണ്. ക്യാമറ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ ഇവരൊക്കെ നിർത്തി തരത്തില്ല. അതല്ലേ ഞാൻ നോക്കണേ. ക്യാമറ ഉള്ളതുകൊണ്ട് വേറെ സീനില്ല. വണ്ടി വെക്കുന്ന വലിയ സീൻ കുഴപ്പമില്ല. അവിടെ നിന്ന് വരുന്നത് അപ്പൊ വേണ്ട. ഇവിടെ അടുത്തെവിടെ എങ്ങനെയാണ്? ആ അതുകൊണ്ട് അതാണ് ലൊക്കേഷൻ. ഇവിടെയാണ് ലൊക്കേഷൻ. ഓക്കെ, വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ ഇവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ടേ. ആ ഓക്കെ ഓക്കെ. മുഹമ്മദ് സജാദ് അല്ല, ശരി ഓക്കെ. അപ്പൊ നമ്മുടെ ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷീണിച്ച് ഭയങ്കര ചൂടായിരുന്നു, രാത്രി പോലെയല്ല, ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ നമ്മുടെ ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര നെഗറ്റീവ് മൈൻഡായിട്ട് ഇറങ്ങിയാണ് ഇന്ന്. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു പോസിറ്റീവ് മൈൻഡൊക്കെ ആയി, ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. ഇനിയിപ്പോ ഫുഡ് കഴിക്കുക. വീട്ടിൽ ചെന്നിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ സിനിമ ഒന്ന് കാണാൻ പോകണം. നമ്മുടെ പൃഥ്വിരാജിന്റെ ആട് ജീവിതം അല്ലേ? അതെ അതെ. അപ്പൊ അതൊന്ന് കാണാൻ പോകണം. വൈകിട്ടുള്ള ഷോ ആണ്, 6:30 അങ്ങനത്തെ ഉള്ള ഷോ ആണ്. 6:45 ഷോ ആണ്. അപ്പൊ അതൊന്ന് കാണാൻ പോകണമെന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ, അത് മറ്റു രീതിയിലാ, കുഴപ്പമില്ല. ഓക്കെ, അപ്പം വീഡിയോ എൻഡ് ചെയ്യാം. ബൈ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.